ഹായ് ഓൾ. ഫോണ്ടൻ ടോപ്പേഴ്സൊക്കെ ചെയ്യുന്നത് കുറച്ച് പണിയുള്ള കാര്യമാണല്ലേ. ഇനി എല്ലാവർക്കും ഫോണ്ടൻ ടോപ്പേഴ്സ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കസ്റ്റമേഴ്സ് അയച്ചിരുന്ന അതുപോലെ തന്നെ ചെയ്തെടുക്കാൻ സാധിക്കും. ഇതൊക്കെ ഞാൻ സെയിൽ ചെയ്ത എഡിബിൾ ടോപ്പേഴ്സുകളാണ് കേട്ടോ. അപ്പോൾ ഹോം ബേക്കേഴ്സ് ഓർഡർ അനുസരിച്ച് അവർ തരുന്ന ഓർഡർ അനുസരിച്ച് കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ ഷെയർ ചെയ്യുമ്പോൾ പോസ്റ്റൊക്കെ ഇടുമ്പോൾ എല്ലാവരും കുറേ ഡൗട്ട്സുകളൊക്കെ കുറേ ചോദിക്കും. ഇത്രയും സ്റ്റിഫായിട്ട് എങ്ങനെയാണ് കിട്ടുന്നത്? ഇപ്പോൾ മഴക്കാലത്തൊക്കെയാണ് ഞാൻ ഷെയർ ചെയ്യുന്നതെങ്കിൽ എങ്ങനെയാണ് ഇത് ഒട്ടിപ്പിടിക്കാതെയൊക്കെ നല്ല കറക്റ്റായിട്ട് കിട്ടുന്നത്? 2D ടോപ്പേഴ്സൊക്കെ ചെയ്യുമ്പോൾ ഇത് നമുക്ക് റെഫറൻസ് പിക്ക് അയച്ചു തരുമല്ലോ കസ്റ്റമേഴ്സ്. അപ്പോൾ അതേപോലെ തന്നെ എങ്ങനെയാണ് ഒരു മാറ്റമില്ലാണ്ട് അതേപോലെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നത്? മോൾഡോ കട്ടറൊക്കെ യൂസ് ചെയ്യുന്നുണ്ടോ റൈറ്റിങ്സൊക്കെ എഴുതാനായിട്ട്? അപ്പോൾ അങ്ങനെ പല ഡൗട്ടുകളൊക്കെ ഇങ്ങനെ ഒരുപാട് ഡൗട്ടുകളൊക്കെ ഇങ്ങനെ ചോദിച്ച് വരും. അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് വളരെ എളുപ്പമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇതിന് വലിയ പ്രാക്ടീസോ കാര്യങ്ങളോ ഒന്നും വേണ്ട. നല്ല പെർഫെക്റ്റായിട്ട് നിങ്ങൾക്കും ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ യൂട്യൂബിലൊന്നും പറഞ്ഞു തരാത്ത ചില ടിപ്സും ട്രിക്സും ഒക്കെ നിങ്ങൾക്കും പഠിച്ചെടുക്കാം, അതും വളരെ കുറഞ്ഞ നിരക്കിൽ. അപ്പോൾ ഇതുപോലെ ടോപ്പേഴ്സൊക്കെ ഉണ്ടാക്കി കേക്കിൻ്റെ സെയിൽസ് കൂട്ടാം. കൂടാതെ ഇതുപോലെ എഡിബിൾ ടോപ്പേഴ്സ് മാത്രം ഉണ്ടാക്കി സെയിൽ ചെയ്യാം, കൊറിയർ ചെയ്യാം. അപ്പോൾ കൊറിയർ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ പാക്കിങ് എങ്ങനെയാണ്, അതെങ്ങനെ സ്റ്റോർ ചെയ്യണത്, ഡ്രൈ ആക്കണത്, അങ്ങനെ തുടങ്ങി കുറേ കാര്യങ്ങളൊക്കെ അതിൻ്റെ ട്രിക്സും അതിൻ്റെ ടിപ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ കമൻസിൽ ഞാൻ പിൻ ചെയ്തിട്ടുള്ള ആ വാട്സപ്പ് ലിങ്കിൽ കയറിയിട്ട് ജസ്റ്റ് ഒരു ഹായ് ഇട്ടാൽ മതി. പിന്നെ കൂടാതെ ഇതുപോലത്തെ എൻ്റെ വർക്ക്സൊക്കെ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ കൊടുത്തിട്ടുള്ള ഇൻസ്റ്റാ ലിങ്കും കൂടി കയറിയിട്ട് ഒന്ന് ഫോളോ ചെയ്യാം. പിന്നെ ഇതിൽ ഏത് ടോപ്പേഴ്സാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമായത് അതും കൂടി ഒന്ന് കമൻറ്റിൽ അറിയിക്കട്ടോ. പിന്നെ ബേക്കിംഗ് ഇഷ്ടമുള്ളവർക്ക് അല്ലെങ്കിൽ ബേക്കിംഗ് ചെയ്യുന്നവർക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക.